പ്രിയപ്പെട്ടവരെ നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും നുണകളുടെ പെരുങ്കളിയാട്ടമാണ്. നുണകളുടെ പെരുന്തച്ഛനായി വി.ഡി. സതീശൻ മാറിയിരിക്കുന്ന ദയനീയമായ കാഴ്ച. എല്ലാ മാധ്യമ സർവേകളിലും യു.ഡി.എഫിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് എൽ.ഡി.എഫിന് മുൻതൂക്കമുണ്ട് എന്ന പ്രവചനമാണ് ഈ അനേക കാലമായി മുഖ്യമന്ത്രി പദം മോഹിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം മനോനില തകർത്തിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. ഇന്ന് അവസാനമായി വി.ഡി. സതീശൻ പറഞ്ഞ ഒരു വലിയ നുണ എന്താണെന്നല്ലേ? 1977 പിണറായി വിജയൻ, ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആർ.എസ്.എസിന്റെ പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ചു എന്ന്. ഇതുപോലെ നട്ടാൽ മുളയ്ക്കാത്ത നുണ പറയാൻ ഇദ്ദേഹത്തിന് എവിടെയാണ്? യാതൊരു നാണവും മാനവും ഇല്ലാതായി പോയോ? ഇയാൾക്ക് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം അറിയുമോ? 1975 ജൂൺ 25 എന്ന ദിനം ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും കറുത്തിരുണ്ട ദിനമാണ്. അന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവരുടെ തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിലാകെ ആഭ്യന്തര കലാപമാണ്. ഇന്ത്യയുടെ സുസ്ഥിരത അപകടത്തിലാണ്. ഇന്ത്യയുടെ ജനാധിപത്യം ആകെ വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിധത്തിൽ ഇന്ത്യയുടെ അന്നത്തെ പ്രസിഡന്റായിരുന്ന ഫഖ്രുദ്ദീൻ അഹമ്മദിനെ നേരിൽ കണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന പ്രതിപക്ഷ നിരയിലെ എല്ലാ നേതാക്കളെയും ജയിലിലടച്ചു. അന്ന് ഇത്രയും ക്രൂരദാരുണമായ ഒരു രാഷ്ട്രീയ പക ഒരു ഏകാധിപതി പോലും ലോകത്ത് നടപ്പാക്കിയിട്ടുണ്ടായിരിക്കില്ല. അത്രമേൽ ഏകാധിപത്യം നിറഞ്ഞ ആ കുടിപ്പകയിൽ ആർ.എസ്.എസിന്റെ നേതാക്കളും ഭാരതീയ ജനസംഘം എന്ന പാർട്ടിയുടെ നേതാക്കളും ഭാരതീയ ലോക്ദൾ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളും കോൺഗ്രസിൽ നിന്ന് വിവിധ ഘട്ടങ്ങളിൽ വിഘടിച്ചു പോയവരാണ്. സംഘടനാ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മൊറാർജി ദേശായി പോലുള്ള നേതാക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും CPI-ML നക്സൽ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെല്ലാം, അതായത് വിരുദ്ധ ശബ്ദം പുറപ്പെടുവിച്ച എല്ലാവരെയും മൃഗീയമായി ജയിലിലടച്ച് ഏകദേശം 1,10,000 പേരെയാണ് അറസ്റ്റ് വാറണ്ട് ഇല്ലാതെ അകാരണമായി കേസ് പോലും എടുക്കാതെ ജയിലിലടച്ചത്. 1977 മാർച്ച് 21 വരെ ആ പ്രക്രിയ തുടർന്നു. അന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും EMS, KG അടക്കമുള്ള എല്ലാ നേതാക്കളും ജയിലിലായിരുന്നു. ഈ പിണറായി വിജയൻ അടക്കം. 1977 തെരഞ്ഞെടുപ്പിൽ ഈ ജനതാ പാർട്ടി എന്നൊരു സഖ്യമുണ്ടാക്കി. ആരൊക്കെ? ഈ ഭാരതീയ ലോക്ദൾ, ഭാരതീയ ജനസംഘം, സംഘടനാ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ ജനതാ പാർട്ടി എന്ന ഒരു പാർട്ടി ഉണ്ടാക്കി. ആ ജനതാ പാർട്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് CPI-MUമായി സഖ്യത്തിലായിരുന്നു 1977 തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ വിജയിച്ചു. കൂത്തുപറമ്പ് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളമൊട്ടാകെ ഇടതുപക്ഷം ഈ ജനതാ പാർട്ടിയും ചേർന്നുള്ള സഖ്യം പരാജയപ്പെട്ടെങ്കിലും ഏതാനും സീറ്റുകളിൽ CPM വിജയിച്ചു. അതിലൊന്നാണ് പിണറായി വിജയന്റെ വിജയം. അവിടെ എവിടെയാണ് RSS ഉള്ളത്? അങ്ങനെയാണെങ്കിൽ K. സുധാകരൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് ആയിരുന്നയാൾ 4 തവണ MLA-യും 2 തവണ MP-യും 1 തവണ കോൺഗ്രസിന്റെ മന്ത്രിയുമായിരുന്ന K. സുധാകരൻ എന്ന ഗർജിക്കുന്ന സിംഹം അന്ന് ജനതാ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു എന്ന ചരിത്രം ഈ വി.ഡി. സതീശനും ഈ KC വേണുഗോപാലനും ഈ ചെന്നിത്തല പോലുള്ള മണ്ടന്മാർക്കും അറിയുമോ? അവർക്കറിയാം. അറിഞ്ഞിട്ടും അറിയാതെ വ്യാജ പ്രചരണങ്ങളുടെ കെട്ടഴിച്ച് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തുക എന്ന ഒരു ഡീൽ കഥ പുതിയതായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും കേരളം തെറ്റിദ്ധരിക്കപ്പെടില്ല. കേരളത്തിന്റെ ജനവിധി ഈ UDF സംവിധാനത്തിനെതിരാണ്. അത് പുരോഗമന വികസന മുന്നേറ്റങ്ങൾക്ക്
അനുകൂലമാണ്, ആ വിധിയാണ് വരാനിരിക്കുന്നത്. നന്ദി, നമസ്കാരം.